ഹീലിംഗ് പ്രയാസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഓരോ പ്രഭാതവും ദൈവം നമുക്കൊരു പുതിയ അവസരമാണ് നൽകുന്നത്. ഇന്നലെകളുടെ പരാജയങ്ങളും തെറ്റുകളും നമ്മെ വേദനിപ്പിക്കാതിരിക്കട്ടെ. ഈ ഹൃദയസ്പർശിയായ പ്രഭാത പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ കരുണയിലും പുതിയ പ്രത്യാശയിലും വിശ്വാസത്തിലും നടക്കാൻ നമുക്ക് ഇന്ന് ഒരുങ്ങാം. ഈ പ്രാർത്ഥന നിങ്ങളെ ആത്മീയമായി ശക്തിപ്പെടുത്തുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും ദൈവകൃപയിൽ മുന്നേറാനും സഹായിക്കട്ടെ. അവിടുത്തെ ദയ ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഇന്ന് ഒരു പുതിയ തുടക്കം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. അതിനാൽ ഇന്നലകളുടെ ബാക്കിയായി ഇന്ന് തുടങ്ങാതെ ഇന്ന് എല്ലാം കൊണ്ടും ഒരു പുതുമയാർന്ന ദിവസം എന്ന് കരുതി ഒരു പുതിയ നന്മകൾ നേടിയെടുക്കാൻ, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ, പുതിയ മേഖലയിൽ ഉയർച്ച കണ്ടെത്താൻ എല്ലാം നവീകരിക്കുന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 18-19 വാക്യങ്ങൾ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിന് അവിടത്തേക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഇന്നലെകളുടെ പരാജയങ്ങളും വേദനകളും നിരാശകളും കുറ്റബോധവും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാതിരിക്കട്ടെ. കർത്താവേ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അവരുടെ നിയോഗങ്ങളോടൊപ്പം അങ്ങയുടെ തൃക്കരങ്ങളിൽ, അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കാരുണ്യവും സ്നേഹവും പുതുമയും ഇന്ന് ഇവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ അതേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. ഭയവും സംശയവും കോപവും നിരാശയും ഞങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചു. എന്നിരുന്നാലും കർത്താവെ, ഞങ്ങളെ ഉപേക്ഷിക്കാതെ, എന്നെ ഉപേക്ഷിക്കാതെ വീണ്ടും ഒരു പുതിയ പ്രഭാതം നൽകി, ഈ പുതിയ അവസരം നൽകി എന്നെ ഉറക്കമുണർത്തിയതിന് അങ്ങേക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഞാനൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു. എല്ലാം നവീകരിക്കുന്ന ദൈവത്തോട് ചേർന്ന് ഒരു പുതിയ തുടക്കം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. പഴയ ജീവിത രീതികളിലേക്ക് തിരികെ പോകാതെ അങ്ങയുടെ വഴികളിൽ നടക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ചിന്തകളെ പുതുക്കണമേ. എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. എൻ്റെ മനസ്സിനെ അങ്ങയുടെ സമാധാനത്താൽ നിറയ്ക്കണമേ. കർത്താവേ, ഇന്നലകളിലെ തെറ്റുകൾ ഇന്നത്തെ അനുഗ്രഹങ്ങളെ കവർന്നെടുക്കാൻ അനുവദിക്കരുതേ. ഓരോ തീരുമാനവും എടുക്കുമ്പോൾ അങ്ങയുടെ ജ്ഞാനം എനിക്ക് നൽകണമേ. ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കും പ്രത്യാശ പകരുന്നതാകട്ടെ. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അങ്ങയെ മഹത്വപ്പെടുത്തുന്നതാകട്ടെ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ സ്നേഹവും ഐക്യവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായവർക്ക് ഇന്ന് പരിപൂർണ സൗഖ്യം നൽകണമേ. ആശുപത്രിയിലായിരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ, വിടുതൽ നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ.
കർത്താവെ, ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ വാതിലുകൾ തുറക്കണമേ. പഠിക്കുന്ന മക്കൾക്ക് ജ്ഞാനവും ഏകാഗ്രതയും വിജയവും ഉത്സാഹവും പഠിക്കാനുള്ള ആഗ്രഹവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മുൻപിൽ വരുന്ന എല്ലാ പരീക്ഷണങ്ങളെയും നേരിടാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തെ ഭയപ്പെടാതെ ഓരോ അനുഭവത്തിൽ നിന്നുമുള്ള പാഠങ്ങൾ പഠിച്ച് മുന്നോട്ടു പോകുവാൻ ഇന്ന് ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞാൻ എൻ്റെ ഭൂതകാലത്തെ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. എൻ്റെ ഭാവിയെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഈ ദിവസം അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ എടുക്കുന്ന ഓരോ ചുവടുവെപ്പും അങ്ങയുടെ ഹിതപ്രകാരമാകട്ടെ. കർത്താവെ, ഇന്ന് ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, കർത്താവ് എനിക്കൊരു പുതിയ ദിവസം നൽകി, ഒരു പുതിയ അവസരം നൽകി, ഒരു പുതിയ ജീവിതം നൽകി, എല്ലാത്തിനും ഒരു പുതിയ തുടക്കമിടുന്നു. അതിനാൽ അങ്ങയെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്നലെകളുടെ പരാജയങ്ങളിൽ ഇനി ഞാൻ ജീവിക്കുകയില്ല. ഞാൻ പഴയ തെറ്റുകൾ ഇനി ആവർത്തിക്കുകയില്ല. എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞാൻ പൂരിതമായിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ട്. എന്നെ സഹായിക്കാൻ എൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് എപ്പോഴും കൂടെയുണ്ട്. പുതിയ പ്രത്യാശയോടെ, പുതിയ വിശ്വാസത്തോടെ, പുതിയ ധൈര്യത്തോടെ ഈ ദിവസം ഞങ്ങൾ ആരംഭിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, 6 വർഷമായി വിദേശത്തായിരിക്കുന്ന ഒരു മകന് വിസ ഇല്ലാത്തത് കാരണം നാട്ടിൽ വരാൻ ബുദ്ധിമുട്ടനുഭവിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടു പോയ ഈ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിട്ട് ജോലിയില്ലാതെ 1 വർഷത്തോളം കഴിഞ്ഞ മറ്റൊരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിക്ക് വേണ്ടി അലയുന്ന എല്ലാവരെയും അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാ മക്കളുടെയും കൂടെ നീ ഇരുന്ന് സഹായിക്കണമേ. ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇന്ന് യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും കൂടെ നീ ഉണ്ടായിരിക്കണമേ. കർത്താവേ, പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശാരീരിക വേദനകളും ക്ലേശങ്ങളും മാനസിക അസ്വസ്ഥതയും പിരിമുറുക്കങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് പൂർണ്ണമായി രക്ഷിക്കണമേ, വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ എടുക്കുന്ന പുതിയ തീരുമാനങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ. ഇന്നെല്ലാം കൊണ്ടും ഒരു പുതിയ ദിവസം, ഒരു പുതിയ നന്മയുടെ ദിവസമാക്കി, പുതിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി, പുതിയ ചിന്താഗതികൾ, പുതിയ ധൈര്യം, ശക്തി, ആരോഗ്യം എല്ലാം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭയത്തിൽ നിന്ന് പൂർണ്ണമായും ഞങ്ങളെ വിടുവിച്ച് ദൈവത്തിൻ്റെ കരം പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് നയിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ അബദ്ധങ്ങളിൽ നിന്നും, തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും, ദൗർഭാഗ്യങ്ങളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഇന്ന് ഞങ്ങൾ പറയുന്ന, സംസാരിക്കുന്ന ഓരോ വാക്കും കർത്താവെ നീ അഭിഷേകം ചെയ്യണമേ. മറ്റുള്ളവർക്കൊരു പ്രചോദനമേകുന്ന രീതിയിൽ ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ കൃപ തരണമേ. ആരും ഞങ്ങളെ കബളിപ്പിക്കാനോ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഇന്ന് നീ അനുവദിക്കരുതേ. ഓരോ ദിവസവും കർത്താവിൻ്റെ കാരുണ്യം പുതിയതാണ് എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഇന്ന് നിന്റെ കരുണ കൊണ്ട്, നിന്റെ ദയ കൊണ്ട്, നിന്റെ ജ്ഞാനവും അറിവും വിവേകവും കൊണ്ട്, നിന്റെ സ്നേഹവും ദയയും സമാധാനവും സന്തോഷം കൊണ്ട് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, അവരുടെ കുടുംബാംഗങ്ങളെ, ഭവനത്തെ, അവരുടെ ആവശ്യങ്ങളെ എല്ലാം കർത്താവെ ഇന്ന് നിന്റെ അത്ഭുത കരങ്ങളാൽ സ്വീകരിച്ച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും വലിയ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് എല്ലാം കൊണ്ടും ഒരു പുതിയ അനുഗ്രഹം നൽകി, പുതിയ നന്മകൾ നൽകി, എല്ലാത്തിനും ഒരു പുതിയ തുടക്കം കുറിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രകളിൽ കർത്താവ് കൂടെയിരുന്ന് സഹായിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയും കുടിക്കുന്ന പാനീയങ്ങളെയും അവിടുന്ന് ആശീർവദിക്കട്ടെ. എല്ലാ മേഖലകളിലും കർത്താവ് നിങ്ങളെ നയിക്കട്ടെ. വിജ്ഞാനവും വിവേകവും കൊണ്ട് അവിടുന്ന് നയിക്കട്ടെ. ആത്മീയ പക്വത നൽകി അവിടുന്ന് നയിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുക. God bless you.